Hello my dear friends, welcome to our channel Kannur's Kitchen. ഞാൻ നിങ്ങളുടെ സുധ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഇപ്പോൾ നല്ല ചൂടല്ലേ. അപ്പോൾ നമ്മുടെ ദേഹവും മനസ്സും ഒക്കെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കൂൾ ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ലൈം ജ്യൂസ് ആയാലോ. നമ്മുടെ കൂൾബാറിൽ നിന്നൊക്കെ കിട്ടുന്ന ലൈം ജ്യൂസിൻ്റെ റെസിപ്പിയാണിത്. ഇതിന് വളരെ സ്പെഷ്യാലിറ്റി ഉണ്ട്. അപ്പോൾ ഈ ലൈം ജ്യൂസിൻ്റെ കളർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ഇത് സാധാരണ ലൈം ജ്യൂസിൽ നിന്ന് ഇത്തിരി വ്യത്യസ്തമാണെന്ന്. അപ്പോൾ ഇങ്ങനെ കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഇതിൽ ചേർത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ എന്താണ് ആ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്, എങ്ങനെയാണ് ഇങ്ങനെ തയ്യാറാക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. നമ്മുടെ കൂൾബാറിൽ നിന്ന് കിട്ടുന്ന ചെറുനാരങ്ങ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 ചെറുനാരങ്ങയാണ് എടുത്തത്. ഇതാണ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്, കശുവണ്ടി. 10 കശുവണ്ടിയാണ് എടുത്തത്. 1 മണിക്കൂർ നേരം ഇത് കുതിർത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കശുവണ്ടി പരിപ്പ് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നീട് നമുക്ക് ഇതിലേക്ക് പഞ്ചസാരയാണ് ചേർക്കേണ്ടത്. പഞ്ചസാര ഒരു 8 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് പേസ്റ്റ് പോലെയാക്കി അരച്ചെടുക്കണം. ഇതൊന്ന് അരച്ചെടുക്കട്ടെ. അരച്ചതിലേക്ക് നമുക്ക് ചെറുനാരങ്ങ കട്ട് ചെയ്തിടണം. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിടാം. ഇനി നമുക്കിതിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കണം. എന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് 1-2 പൾസ് മാത്രമേ പാടുള്ളൂ. കാരണം ചെറുനാരങ്ങ മുഴുവനായിട്ട് അങ്ങ് അരഞ്ഞു പോകരുത്. ക്രഷ് ചെയ്തെടുക്കുന്ന പോലെയാണ് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ 1-2 പൾസ് മാത്രമേ നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ദേ നമ്മുടെ ചെറുനാരങ്ങ അങ്ങനെ മുഴുവനായിട്ട് അരയാതെ ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് കൊണ്ടുവന്നതാണിത്. ഇനി നമുക്കിത് അരിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ലൈം റെഡിയായി കഴിഞ്ഞു. ഇനി കുറച്ചുകൂടെ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. 2 ഗ്ലാസ്സിലേക്കാണ് സെർവ് ചെയ്യേണ്ടത്. തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര ടേസ്റ്റ്. സാധാരണ നാരങ്ങ വെള്ളത്തിൽ നിന്നും ഒരുപാട് വ്യത്യാസമുണ്ട് ഇതിൻ്റെ ടേസ്റ്റ്. ഇനി നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ടോപ്പിലായിട്ട് നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കൂൾബാറിൽ നിന്നൊക്കെ കിട്ടുന്ന ലൈം ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ ചൂട് സമയത്ത് ഈ ഒരു ലൈം ജ്യൂസ് ട്രൈ ചെയ്യണം. ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ടേസ്റ്റൊന്നുമല്ല ഇതിനുണ്ടാവുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും ചെയ്യുക. അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിന് ശേഷം വരുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഓപ്ഷനിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യണം. വീണ്ടും മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് മീ സുധ സൈനിങ് ഓഫ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.